ഒരുപാട് കാലം പ്രവാസിയിൽ നിന്ന് വഹിച്ച ഒരാളാണല്ലോ. ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്താണെന്ന് നമ്മളോടൊന്ന് പറയാമോ? കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ പ്രവാസിയായിരുന്നു. ഒരു ഷോപ്പിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. എൻ്റെ കൂട്ടുകാർ തന്നെയാണ് വിസ റെഡിയായി എന്ന് പറഞ്ഞത്. 20 വർഷം മുമ്പ് ഞാൻ 1,00,000 രൂപ കൊടുത്തിട്ടാണ് ഞാനത് പോയത്. പക്ഷേ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഷോപ്പിലേക്കല്ല, ഒരു പ്രവാസിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവര് മലയാളിയായിരുന്നോ? പ്രവാസി മലയാളിയായി പ്രവാസിയുടെ വീട്ടിലേക്കാണല്ലോ. അപ്പോൾ അയാളുടെ ഭാര്യ പ്രസവിച്ചു കൊടുക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജോലിക്ക് വേണ്ടിയാണ് കൊണ്ടുപോയത്. ആദ്യത്തെ ഒരാഴ്ച കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഭാര്യേനെ അവിടെ തൊട്ടടുത്തുള്ള ഒരു ഫ്ലാറ്റിലേക്ക് ഇറക്കിയ ആൾ പറഞ്ഞു, പ്രവാസിയുടെ ഫ്ലാറ്റ് 2 ഫ്ലാറ്റ് അപ്പുറത്താണ്, അവരുടെ കുടുംബം തന്നെയാണ്, റിലേറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇവർ അങ്ങോട്ട് പോയ 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഈ മലയാളി എന്നെ അവിടെ വെച്ചിട്ട് മിസ്യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് എന്നോട് ജോലിക്കാണെന്ന് പറഞ്ഞിട്ടാണ്, വീട്ടിലേക്ക് ഫോൺ വിളിക്കാനോ കത്തെഴുതാനോ ഒന്നും ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. അന്ന് ഫോണൊന്നും അങ്ങനെ റെഗുലറായിട്ട് ആരും യൂസ് ചെയ്തിട്ടില്ല. ഇവിടുന്ന് പോകുന്ന സമയത്ത് അവിടെ പരിചയമുള്ള വേറെ ആരും ഉണ്ടായിരുന്നില്ല? എന്നെ ഒരു മുറിയിൽ പൂട്ടിയിട്ട പോലെയായിരുന്നു. എനിക്ക് ആരോടും സംസാരിക്കാനൊന്നും പറ്റിയിരുന്നില്ല. അയാൾ ജോലിക്ക് പോകുന്ന സമയത്ത് ആ ഫ്ലാറ്റ് പൂട്ടിയിട്ടാണ് പോവുക. അയാളുടെ വൈഫിന് അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് വൈഫ് ഇത് കണ്ടുപിടിച്ചിട്ട് എന്നോട് പുറത്ത് ജോലി ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. വൈഫിന് എന്നോടൊരു സഹതാപമൊക്കെ തോന്നിയെന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ അയാളുടെ ഉപയോഗം ഏകദേശം ഒരു 1.5 മാസത്തോളം അയാൾ എന്നെ ഉപയോഗിച്ചു. അതിനുശേഷം അയാൾ എന്നെ ഒഴിവാക്കാനായിട്ട് വൈഫിൻ്റെ കൂടെ കൂടിയിട്ട് എന്നെ ഒരു അറബിയുടെ വീട്ടിലോട്ടാണ് കൊണ്ടുപോയത്. അറബിയുടെ വീട്ടിലെ വലിയ വീടാണ്, ഒരുപാട് കുടുംബാംഗങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുക്കിംഗ് ആണ് മെയിനായിട്ടുള്ള ജോലി. ഞങ്ങൾ 3-4 പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ മലയാളികളായിരുന്നു? അല്ലല്ല, മറ്റു രാജ്യക്കാരായിരുന്നു. അപ്പോൾ അവർക്കും അവിടെയും ഇതുപോലെ തന്നെയായിരുന്നു. അയാൾ രാത്രിയാകുമ്പോൾ നമ്മളെ മിസ്യൂസ് ചെയ്യും. പിന്നെ നമുക്ക് പീരിയഡ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ പട്ടിണിക്കിടും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പീരിയഡ്സ് ആവാതിരിക്കാനായിട്ട് അയാൾ ഗുളിക തരും. നമ്മളത് കഴിച്ചാലും ചില സമയങ്ങളിൽ പീരിയഡ്സ് ആവും. അപ്പോൾ അയാളുടെ ആ ഒരു ശിക്ഷയാണ് ആ ഒരാഴ്ച. അയാൾ ശമ്പളവും തരില്ല, പട്ടിണിക്കിടുകയും ചെയ്യും. ചിലപ്പോൾ നാട്ടിലേക്ക് പൈസ അയക്കാൻ വേണ്ടിയൊക്കെ കിട്ടിയിരുന്നു അവിടുന്ന്? അന്ന് എന്നോട് സാലറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 20,000 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് 10,000 രൂപ പോലും കിട്ടിയിരുന്നില്ല. പിന്നെ പാസ്പോർട്ടൊക്കെ അവരുടെ കയ്യിലാണ്. എനിക്കാണെങ്കിൽ പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെ കെട്ടിയിട്ട് മർദ്ദിച്ച ദിവസങ്ങളുണ്ട്. ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നെ മാത്രമല്ല, ആ ഒരു വീട്ടിലുള്ള എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെയാണ്. അവിടെ ഉള്ള സ്ത്രീകൾ പോലും ഞങ്ങളെ ഉപദ്രവിക്കുമായിരുന്നു. ഇസ്തിരിപ്പെട്ടി വെച്ച് പൊള്ളിക്കുക, അതുപോലെ തന്നെ തിളച്ച വെള്ളം മുഖത്തേക്ക് ഒഴിക്കുക, പട്ടിണിക്കിടുക, പിന്നെ അതുപോലെ തന്നെ ചൂടുള്ള കമ്പിയൊക്കെ വെച്ചിട്ട് അടിക്കുക. അതൊക്കെയായിരുന്നു അവരുടെ ഒരു വിനോദങ്ങൾ. നാട്ടിൽ നിന്ന് ആരെങ്കിലും അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല? നാട്ടിൽ ആകെ ഉണ്ടായിരുന്നതൊരു വല്യമ്മ മാത്രമാണ്. അപ്പോൾ വല്യമ്മ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, എൻ്റെ ഉപ്പയൊക്കെ മരിച്ചതിന് ശേഷം വല്യമ്മ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നിട്ടുണ്ടായിരുന്നത്. വല്യമ്മക്ക് ഇത് കറക്റ്റായിട്ടൊന്നും അറിയില്ലല്ലോ. ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെടുകയും ചെയ്തു. വല്യമ്മ കുറേ ആൾക്കാരോട് പറഞ്ഞു, എൻ്റെ മോളിങ്ങനെ പോയിട്ടൊരു വിവരവും ഇല്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ നിർഭാഗ്യവശാൽ നാട്ടുകാരുടെ വിചാരം ഞാൻ എൻ്റെ വല്യമ്മാനെ ഉപേക്ഷിച്ചിട്ട് അവിടെ സുഖമായിട്ട് ജീവിക്കുകയാണ് എന്നാണ് നാട്ടുകാരുടെ വിചാരം. ആരും എന്നെ നോക്കാനായിട്ട് മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് എൻ്റെ വല്യമ്മയുടെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു കാരണം ആ ഒരു പ്രവാസിയുടെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ അയാൾ കൈ ഒഴിഞ്ഞു. ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നാട്ടിലെ കുറച്ച് ആൾക്കാർ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് അന്വേഷണം തുടങ്ങിയതും അവർ ഇവിടെ പ്രവാസികളോട് സംസാരിച്ചിട്ട്
ഞാൻ എവിടെയാണ് എന്നറിയാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഇപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും. എങ്ങനെയാണ് അവിടെ നിന്ന് ഇവിടെ തിരിച്ചെത്തുന്നത്? ഇവിടെ എൻ്റെ നാട്ടിലുള്ള ഖാദർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. അയാൾ എന്നെ കൊണ്ടുവന്ന പ്രവാസിയോട് പോയിട്ട് ഭീഷണിപ്പെടുത്തിയ സമയത്ത് അയാളാണ് കൈ ഒഴിഞ്ഞത്. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞപ്പോൾ പോലീസിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് പുള്ളി ഉള്ള സത്യങ്ങൾ തുറന്നു പറയുമായിരുന്നു. അങ്ങനെ നാട്ടുകാർക്ക് ഞാൻ ഇത്രയും വലിയൊരു വലയിൽ പെട്ടു എന്നുള്ളത് മനസ്സിലായി. വല്ലാത്തൊരു ചൂഷണത്തിൽ പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി. അതോടെ പിന്നെ എന്നെ എങ്ങനെയെങ്കിലും തെരഞ്ഞു കണ്ടുപിടിക്കണം എന്നുള്ളതായി. അങ്ങനെ പിന്നെ പ്രവാസിയാണ് ഈ ഒരു ഇതിലോട്ട് ഇങ്ങനെ മാറ്റി, എൻ്റെ വിസ മാറ്റി ഇതൊക്കെ മാറ്റി ഇപ്പം അയാളുടെ കീഴിലാണ് എന്ന് പറഞ്ഞത്. പിന്നീട് അവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട് പോലീസാണ് എന്നെ അവിടെ നിന്ന് മോചിപ്പിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ തിരിച്ചു വരാനുള്ള പൈസയൊക്കെ റെഡിയാക്കിയത് നാട്ടിൽ നിന്ന് തന്നെയാണ്? നാട്ടിലെ നല്ല പ്രവാസികളാണ് എനിക്ക് അതിനുള്ള പൈസയും അതുപോലെ തന്നെ എൻ്റെ ഇവിടേക്ക് വരാനും എൻ്റെ വല്യമ്മാനെ കാണാനും ഒക്കെ ഒരുക്കി തന്നവരാണ്. അപ്പോൾ നാട്ടിലിപ്പോൾ എത്തിയല്ലോ, അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ വല്യമ്മയായിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാട്ടിൽ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ 1,00,000-ഓളം രൂപ ചിലവാക്കിയിട്ടാണല്ലോ പോയത്. പൈസ തിരിച്ചു കൊടുക്കണ്ടേ? 1,00,000-ഓളം രൂപ മാത്രമല്ല, ഈ ഒരു 10-20 വർഷം എന്നെ കഠിനമായിട്ട് പീഡിപ്പിക്കുക മാത്രമല്ല, എന്നെ വെച്ച് അയാൾ ജോലിയും കൂടെ ചെയ്യിപ്പിച്ചു. എനിക്ക് 2 തരത്തിലുള്ള നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, എൻ്റെ 20 വർഷം അയാൾ കളഞ്ഞു. 2, ഞാൻ ഇത്രയും കാലം ജോലി കൂടെ ചെയ്തിട്ടുണ്ടായിരുന്ന കാശും കൂടെ അയാൾ തന്നിട്ടില്ല. അതുമില്ല, എൻ്റെ നല്ലൊരു യൗവനം എനിക്ക് നശിച്ചു പോയി. എല്ലാം എനിക്ക് നഷ്ടമായി. ഇനി വല്യമ്മക്കും പ്രായമായി, ഇപ്പൊ കണ്ണ് കാണാൻ പറ്റുന്നില്ല. എന്നെ മനസ്സിലാവാത്തൊരു തൊട്ട് നോക്കുമ്പോഴൊക്കെയാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. ഇങ്ങനത്തെ ഒരു സമയമായി. അറിയില്ല ഇനി എങ്ങനെയാണ്. വല്യമ്മയുടെ കൂടെ ഇനി നല്ലൊരു ജീവിതമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ ആകെ നശിച്ച് വന്നൊരു സ്ത്രീയാണ് എന്നുള്ളൊരു സിമ്പതി ഇന്ന് ജനങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും നാളെ അവരും അത് മിസ്യൂസ് ചെയ്യുമോ എന്നൊരു പേടി എനിക്കുണ്ട്. ലോകത്തെ എനിക്ക് ഭയങ്കര പേടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് തന്നെ കേസ് കൊടുക്കാനോ ആ പൈസ തിരിച്ചു വാങ്ങാനോ ഇവരെ കൊടുക്കാനോ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, എന്നോട് പറഞ്ഞിരുന്നു, അവിടെയുള്ള എല്ലാവരും പറഞ്ഞിരുന്നു കേസ് കൊടുക്കാം. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ഒരു 10-20 വർഷം തിരിച്ചു കിട്ടുമോ? ഇല്ല. പിന്നെ ഓലൊക്കെ ഞാൻ എനിക്ക് വിട്ടുകൊടുത്തൊക്കെയാണ്. പഠിച്ചോനോ അവർക്കുള്ള ശിക്ഷ കൊടുത്തോളൂ. എല്ലാത്തിനും ഒരു ഇറക്കുണ്ടല്ലോ, എല്ലാത്തിനും ഇറക്കുണ്ട്. ഇത്രയും കാലം ജയിലിലെന്ന പോലെ ഞാൻ കഴിഞ്ഞു. എൻ്റെ സ്വപ്നങ്ങൾ നശിച്ചു പോയി. വലിയ പ്രതീക്ഷയുമായിട്ടാണ് ഞാൻ ഈ പ്രവാസിയായി മാറിയത്. നല്ലൊരു ജീവിതം, നല്ലൊരു വീട്, മക്കള് ഒക്കെ, ഭർത്താവ് ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിയില്ലേ. നരകത്തിൽ ഉള്ള ആ ഒരു ജീവിതം ഇപ്പോൾ മാറി എനിക്കൊന്ന് സമാധാനത്തിലിരിക്കാം എന്നുള്ള എത്തിയല്ലോ. അത് മതി, അയാൾക്കുള്ളത് പഠിച്ചും കൊടുത്തോ. ഇനി ഗൾഫിലേക്ക് ഇതുപോലെ ജോലിക്ക് വേണ്ടി പോകുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? ഇനി പോവാനുള്ള കുട്ടികളോട്, അതിപ്പോൾ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ആരോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഏജൻസികൾ വഴി പോവാതിരിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഏജൻസി വഴി പോവുകയാണെങ്കിലും നമ്മൾ പറ്റിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് അന്വേഷിക്കുക. അതുപോലെ തന്നെ അത് ജോലി എന്താണെന്ന് കറക്റ്റായിട്ട് അന്വേഷിക്കുക. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷനൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലപോലെ ശരിക്കും അന്വേഷിച്ചിട്ട് ഇറങ്ങുക. ഇപ്പോഴൊക്കെ 3-4 ലക്ഷമൊക്കെ അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുക മാത്രമല്ല, ഇപ്പോൾ ജോലിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് മരുഭൂമിയിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിടുന്ന പ്രവണത, അതുപോലെ തന്നെ ബോംബെയിലും അവിടെ ഇവിടെയൊക്കെ ഇറക്കി വിടുന്ന ചാർട്ടറേറ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ ഉപേക്ഷിച്ച് പോരുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ സ്ത്രീകളാണെങ്കിൽ എന്നെ പോലെ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു വേശ്യാലയത്തിലല്ലെങ്കിലും എനിക്ക് ആ ഒരു
തന്നെയായിരുന്നു ഞാനും ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സ്പായിലൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. അവനവൻ്റെ തടി വെക്കാനുള്ള വഴി ഇത്ര തന്നെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എന്തായാലും താത്തന്റെ ഈ കഷ്ടപ്പാടൊക്കെ മാറട്ടെ, നല്ലൊരു ജീവിതം ഉണ്ടാകുന്ന ഞങ്ങളും ആശംസിക്കണം. നന്ദി. നല്ലൊരു ജീവിതം ഉണ്ടാവുന്നൊന്നുമില്ല, എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. നന്ദി.